Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. സ്വാതന്ത്ര്യദിനത്തിൽ കാലടിയിൽ പഞ്ചവാദ്യ പെരുമ അലയടിക്കും. പ്രസിദ്ധമായ കാലടി പഞ്ചവാദ്യോത്സവം ഓഗസ്റ്റ് 15 അരങ്ങേറും. കലാരംഗത്ത് പ്രതിഭ തെളിയിച്ച വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിക്കും. ഇലത്താളം, ഇടയ്ക്ക, തിമില, മദ്ദളം, കൊമ്പ് എന്നീ 5 വാദ്യങ്ങൾ ഒന്നുചേരുമ്പോൾ അവിടെ നാദവിസ്മയം അലയടിക്കും. അനിർവചനീയമായ ആസ്വാദ്യ ലഹരിയിലേക്ക് മേളപ്രിയർ അലിഞ്ഞുചേരും. പഞ്ചവാദ്യമെന്നത് കേരളത്തിൻ്റെ ഹൃദയ തുടിപ്പുകൂടിയാണ്. അനേകായിരങ്ങളെ ഒത്തൊരുമിപ്പിക്കുന്ന മലയാളത്തിൻ്റെ തനതുകല. കഴിഞ്ഞ 26 വർഷമായി അദ്വൈത ഭൂമിയായ കാലടിയിൽ പഞ്ചവാദ്യോത്സവത്തിന്റെ കുളിർമഴ പെയ്തിറങ്ങി വരുന്നു. ഈ വർഷം 27ാമത് പഞ്ചവാദ്യോത്സവത്തിൽ 100 കണക്കിന് വാദ്യകലാകാരന്മാർ ചേർന്ന് ആസ്വാദക ഹൃദയം കീഴടക്കും. ഓഗസ്റ്റ് 15 വൈകിട്ട് 5:45 കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആഭരണ സദസ്സ് പരിപാടിയോടെ പഞ്ചവാദ്യോത്സവത്തിന് തുടക്കമാകുമെന്ന് ക്ഷേത്രകലാ ആസ്വാദക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവങ്ങളോടനുബന്ധിച്ചുള്ള പഞ്ചവാദ്യങ്ങൾക്ക് അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ട്. ഉത്സവത്തിനാണ് പ്രാധാന്യം, അവിടുത്തെ അനുഷ്ഠാനങ്ങൾക്കാണ് പ്രാധാന്യം. ഒരു സ്ഥലത്ത് തന്നെ നിന്ന് തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്ന രീതിയിൽ ഇതിൻ്റെ എല്ലാ സുഖങ്ങളും മനോഹാരിതകളും അറിയുന്നതിനുള്ള ഒരു വേദിയായിട്ടാണ് 97 ഞങ്ങൾ ആരംഭിച്ചത്. ഇപ്പോൾ ധാരാളം സ്ഥലങ്ങളിൽ ഇതിൻ്റെ അനുബന്ധമായി ഈ ആസ്വാദനത്തിന് വേണ്ടി മാത്രമുള്ള പഞ്ചവാദ്യങ്ങൾ നടന്നു വരുന്നുണ്ട്. തുടക്കം കാലടിയാണെന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പിന്നെ സ്നേഹ സമ്മാനമായി എല്ലാ വർഷവും 1 2 ഇപ്പോൾ ഈ സ്വർണ്ണത്തിനൊക്കെ വില കൂടിയതാണ് 2 അല്ലെങ്കിൽ 3 4 ഒക്കെ പവൻ ഓരോരുത്തർക്കും കൊടുക്കുമായിരുന്നു. വർഷങ്ങളായിട്ട് ഇവിടെ വന്നുകൊണ്ടിരുന്ന ആളാണ്. ഇത്രയും കാലം ചോറ്റാങ്കിലെ വിജയമാരാരായിരുന്നു. അത് കഴിഞ്ഞ കൊല്ലം പരക്കാട് തങ്കപ്പമാരാരായി. ഇക്കൊല്ലം ആ പ്രമാണി തെക്കം ചന്ദ്രന്മാരാരാണ്. അങ്ങേര് കാമ്പത്തിൻ്റെ ശിഷ്യനാണ്. ഇവിടെ തുടക്കം മുതൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. പൂരം മുതലുള്ള എല്ലാ പൂരങ്ങൾക്കും അങ്ങേര് സാന്നിധ്യം ഉള്ളൊരാളാണ്. പിന്നെ കഴിഞ്ഞ കൊല്ലം വരെ നമ്മളോട് സഹകരിച്ചു പോകുന്ന തിക്കൂർ മോഹനൻ എന്ന ഇടയ്ക്ക വാദകൻ നമ്മൾ വിട്ടുപിരിഞ്ഞു. അസുഖം മൂലം അങ്ങേരെ നമ്മളെ വിട്ടുപോയതാണ്. അപ്പോൾ അങ്ങേർക്ക് നമ്മൾ മരണാഞ്ജലി അർപ്പിക്കുന്നുണ്ട്. 28 വർഷമായി കാലടിയിലെ കേരളത്തിലെ പ്രശസ്ത കലാകാരന്മാരെല്ലാവരും പങ്കെടുക്കുന്ന പഞ്ചവാദ്യ മഹോത്സവം അരങ്ങേറാൻ തുടങ്ങി. കാലടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് 15 പഞ്ചവാദ്യ സീസണൊക്കെ തുടങ്ങുന്നത്. ചിങ്ങമാസം മുതലാണ് മേടമാസം വരെയാണ് ഉത്സവ കാലയളവ്. അതിൻ്റെ തുടക്കം എന്നാണ് കാലടിയിൽ കഴിഞ്ഞ 28 വർഷമായി നടക്കുന്ന പഞ്ചവാദ്യം. ഇതിൽ കേരളത്തിലെ പ്രശസ്ത താരങ്ങൾ വരും. പ്രശസ്തരായിട്ടുള്ള ഉത്സവപ്പറമ്പുകളിലെ സംഘാടകർ വരും. ഇവരെല്ലാവരും അപ്പോഴേക്കും അടുത്ത വർഷത്തെ ഈ മലയാള പഞ്ചാംഗമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. ഉത്സവങ്ങളൊക്കെ ഡേറ്റൊക്കെ എല്ലാവർക്കും തീരുമാനമായിട്ടുണ്ടാവും. കലാകാരന്മാരെയൊക്കെ ക്ഷണിക്കുന്നത് കാലടിയിൽ വെച്ചിട്ടാണ്. കാലടിയിൽ എല്ലാവരും വന്നു ചേരും കലാകാരന്മാരെല്ലാവരും. അങ്ങനെയാണ് പഞ്ചവാദ്യോത്സവത്തിൻ്റെ ഒരു സൗന്ദര്യവശം. പഞ്ചവാദ്യത്തിന് മുൻപായി കലാകാരന്മാരെ ആദരിക്കുന്ന ചടങ്ങ് നടക്കും. തുടർന്ന് നടക്കുന്ന പഞ്ചവാദ്യത്തിൽ 80ഓളം കലാകാരന്മാർ പങ്കെടുക്കും. വൈക്കം ചന്ദ്രന്മാരാർ മേളം നയിക്കും. 3 മണിക്കൂറിലേറെ വാദ്യമേളം നീണ്ടുനിൽക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ക്ഷേത്രകലാ ആസ്വാദക സമിതി ഭാരവാഹികളായ കാലടി കൃഷ്ണയ്യർ, പാലേലി മോഹനൻ, മറ്റൂർ വേണു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാലടിയിലെ പഞ്ചവാദ്യം നടത്തുന്നത് ആസ്വാദകരും അതുപോലെ കലാകാരന്മാരും ഉൾപ്പെട്ട ഒരു സംഘമാണ്. ഇവർക്കെല്ലാവർക്കും
സാധാരണ ലഭിക്കുന്ന പ്രതിഫലമൊന്നും കാലടിയിൽ നമ്മൾ നൽകാറില്ലെങ്കിലും അവരുടെ സ്നേഹമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിലാണ് കാലടിയിലെ പഞ്ചവാദ്യം നിലനിൽക്കുന്നത്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. MV Jacko Jewelers, Angamali.